രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് പുള്ളിയുടെ പ്രസംഗം എല്ലാം കേട്ട് ഞാനതെല്ലാം കേട്ടിരുന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു, ഈ നോർത്ത് ഇന്ത്യ എന്ന് കേൾക്കുമ്പം എന്തോ ഒരു വലിയ സംഭവമാണെന്ന് നിങ്ങളൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് നോർത്ത് ഇന്ത്യയിൽ കൂടെ സഞ്ചരിക്കാമെങ്കിൽ ഒരു പ്രത്യേകത കാണാം. എന്താണെന്നറിയാം, എത്ര വലിയ വീടുള്ളവൻ്റെ വീടിൻ്റെ ഉമ്മറത്തും കയറ് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള ഒരു കട്ടിലുണ്ടാവും. ആ കട്ടിലേ കിടന്ന് സുഖമായിട്ട് രാത്രി അവൻ കിടന്നുറങ്ങും. ഒരു കള്ളനും കയറില്ല. സമത്വം മുറുകി പിടിക്കുന്ന കേരളത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് പോലും നടന്നു പോകാൻ പറ്റില്ല. പറ്റുമോ? അതിലുപരിയാണ് എന്ത്, നമ്മളൊന്ന് കിടന്നുറങ്ങിയുള്ള സ്ഥിതി. അത് ഞാൻ ഇവിടെ തന്നെ വായിച്ചു. ആറാട്ടുപുഴയ്ക്ക് അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്ത് ഒരു ദമ്പതികൾ രാത്രിയിലെ ചൂട് സഹിക്കാണ്ട് കാറിനകത്ത് AC ഇട്ട് കിടന്നുറങ്ങി. മനസ്സിലായ? ആറാട്ടുപുഴയാണ്. നിങ്ങളൊക്കെ നല്ലവരാണ്, എനിക്ക് പോകണ്ടേ. അപ്പോൾ ഈ ഉറങ്ങിക്കഴിഞ്ഞ് എന്തായാലും ഇവർ വീട് ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. കള്ളൻ വന്ന് നോക്കിയപ്പോൾ ഇവർ സുഖമായിട്ട് ഉറങ്ങുക, ശല്യം ചെയ്തില്ല. മാന്യമായിട്ട് അടുക്കളയിൽ കയറി മാന്യമായിട്ട് ഭക്ഷണം കഴിച്ചു. കാര്യം ഇവരിപ്പോഴൊന്നും വരില്ല എന്ന് പുള്ളിക്കറിയാം. കാറിൽ AC ഇട്ട് ഉറങ്ങുകയാണ്. പുള്ളിക്കാരൻ അകത്ത് കയറി എടുക്കാവുന്ന വസ്തുക്കളും എല്ലാം എടുത്ത് സന്തോഷം പോയി. മനസ്സിലായ? പത്രത്തിൽ വന്നപ്പോഴാണ് നമുക്കെല്ലാം ചിരിയുടെ വക നൽകുന്നത്. എന്താ കാര്യം? എല്ലാവരും AC-യിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ കള്ളന്മാർക്ക് സുഖം. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട ഇന്നത്തെ ഒരു വിഷയം. നമ്മൾ വെച്ചിരിക്കുന്ന വിഷയത്തിലെ ഏറ്റവും വലിയ പ്രതിബദ്ധതയായിട്ട് കാണുന്നത് 1924 ഗുരുദേവൻ ഒരു വലിയ സന്ദേശം പുറപ്പെടുവിച്ചു ആലുവ അദ്വൈതാശ്രമത്തിൽ. എന്തുവാണെന്നറിയോ? മനുഷ്യ സാഹോദര്യത്തെ നിലനിർത്തിക്കൊണ്ടായിരുന്നു ആ സന്ദേശം. എല്ലാവരും ഒന്നാകണം. ഈ അടുത്ത ദിവസം ഒരാൾ വേദി പ്രസംഗിക്കുകയുണ്ടായി. മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിലാണ് ആലുവ അദ്വൈതാശ്രമത്തിലെ മഹാസമ്മേളനമെന്ന്. പ്രസംഗിച്ച ആളുടെ പേര് ഞാൻ പറയില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അല്ല, ആത്മോപദേശതകം അതിനും എത്രയോ വർഷം മുമ്പ് ഗുരു രചിച്ചു, അരിപ്പുറത്ത് വെച്ച്. അതിലില്ലേ മതത്തെക്കുറിച്ചുള്ളത്? അപ്പോൾ ഗുരുദേവൻ അവിടെ പറഞ്ഞ ഏറ്റവും വലിയൊരു സന്ദേശം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ആയിരിക്കണം. ഇത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചില്ല, ഒരാൾക്കും സാധിച്ചില്ല. ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും ശങ്കരാചാര്യരും ഒക്കെ പടുത്തുയർത്തിയ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയാതെ വന്നപ്പം ചട്ടമ്പിസ്വാമി നമ്മളിൽ നിന്ന് വിസ്മരണീയനായി. നാരായണ ഗുരുദേവനെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള എല്ലാ പ്രസംഗവേദികളിലും രാഷ്ട്രീയക്കാർ പറയുന്ന സന്ദേശത്തിൽ മാത്രം ഒതുക്കി. ഗുരുദേവൻ്റെ കൃതികളൊക്കെ നമുക്ക് അപ്രാപ്യമായി. കാരുണ്യപൂർവം ഒഴിഞ്ഞ ചട്ടമ്പിസ്വാമികളുടെ കാരുണ്യം തൊട്ടുള്ള കൃതികളെല്ലാം നമുക്കില്ലെന്ന്, നമ്മൾ പഠിക്കുന്നില്ല. എത്രയോ കൃതികൾ എഴുതി ഭാരതാംബയെ സരളാദ്വയ ഭാഷ്യകാരനായി ഗുരുവോയി അനുകമ്പയാണ്ടവനെന്ന് പറഞ്ഞ ഗുരുദേവൻ പറഞ്ഞ വരികളിലൂടെ ശങ്കരാചാര്യസ്വാമിയെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല ഇനിയും. എന്താ കാര്യം? ശങ്കരൻ്റെ ദർശനവും ഗുരുദേവൻ്റെ ദർശനവും ചട്ടമ്പിസ്വാമികളുടെ ദർശനവും ഒക്കെ വായിക്കാനുള്ള സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമുക്ക് ആർക്കും ഇല്ല. ഇപ്പോഴും സമയം കിട്ടിയാൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കും, ഇല്ലേ? എന്താ അതിൻ്റെ കാരണം? കാര്യം മലബാർ ലഹള നടക്കുന്ന സമയത്ത് നാരായണ ഗുരുദേവൻ കുമാരനാശാനെ അയച്ചു. അവിടെ പോയി അന്വേഷിച്ചു വന്ന് റിപ്പോർട്ട് തരാൻ. അന്ന് SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയാണ്. ഒരേ ഒരു ഗുരുവേ അതിന് തൻ്റെ ഇടം കാണിച്ചുള്ളൂ, ശ്രീനാരായണ ഗുരു. കുമാരനാശാൻ പോയി അത് പഠിച്ച് ഇവിടെ വന്ന് ഗുരുദേവന് സമർപ്പിച്ചു റിപ്പോർട്ട്. മനസ്സിലായ? അതിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ ദുരവസ്ഥയൊക്കെ എഴുതിയും വെച്ചു. പക്ഷേ നമ്മൾ മാറാതെ ഒരു ലഹളയും നമ്മുടെ മുമ്പിൽ പോകില്ല എന്ന് വിചാരിച്ച് കളയരുത്. നമ്മുടെ മുമ്പിലൂടെ അതെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ മാറണം. വേണോ വേണ്ടയോ? വേണം. നിങ്ങളുടെ മനസ്ഥിതി മാറണം, നിങ്ങളുടെ ചിന്താധാരകൾ മാറണം. നിങ്ങൾ ഗംഗയെപ്പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനസ്സുകളാകണം. പവിത്രതയായിരിക്കണം അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എങ്കിൽ
സമത്വം എന്ന് പറയുന്ന വാക്കുച്ചരിക്കാൻ നമുക്ക് കഴിയും. ഗുരുദേവൻ കുമാരനാശാൻ്റെയും മറ്റുള്ളവരുടെയും മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, 500 പേരോളം ഒപ്പിട്ട് നിൽക്കുക, ഇവർ മാറിയാൽ തെക്കോട്ടുള്ള പലരും അങ്ങ് മാറും. ഉടനെ ഗുരുദേവൻ ചോദിച്ച ചോദ്യമാണ്, ഹിന്ദുമതം പറ്റില്ല എങ്കിൽ സനാതന മതമില്ലേ? ഇപ്പോൾ ഗുരുദേവൻ്റെ സനാതന മതമല്ല എന്ന് പറയുന്നവർക്ക് കൊടുക്കാവുന്ന ഒരു മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്തില്ലേ? സനാതന മതമില്ലേ? അതിൽ ചേർന്നുകൂടെ? അതിലാർക്കും ചേരാമല്ലോ, അതിൽ ഉച്ചനീചത്വങ്ങളില്ലല്ലോ, അതിലെല്ലാവരും സമത്വമുള്ളവരല്ലേ? അപ്പം സാമൂഹിക സമത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് സനാതന മതമാണ്. പക്ഷെ അതിനെപ്പോലും സങ്കീർണമാക്കുന്ന, അതിനെപ്പോലും വികൃതമാക്കിക്കൊണ്ട് പല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളിടയ്ക്ക് അതിനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നവരുടെ ഉത്തരവാദിത്വം നമുക്കൊരോരുത്തർക്കും ഉണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ പഠിക്കില്ല, എന്തു വന്നാലും അറിവ് നേടാൻ എനിക്ക് സാധിക്കില്ല, അറിവ് നേടാൻ നമ്മൾ കഴിയുകയില്ല. ക്ഷേമസഭയുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്, KPMS ഉണ്ട്, ധീവരസഭയുണ്ട്, ആശാരി സമുദായമുണ്ട്. എല്ലാവരെയും വിളിച്ചു, എല്ലാവരും വന്നു, അതൊരു ഭാഗ്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കേണ്ടത് നമുക്കിന്ന് അനിവാര്യമാണ്. ആ അനിവാര്യത നമ്മളൊക്കെ മറന്നു പോയാൽ കാലത്തിൻ്റെ മുമ്പിൽ ഇനി വരാൻ പോകുന്ന പരമ്പരകൾ ചോദ്യം ചെയ്യപ്പെടും. എന്താ കാര്യമെന്നറിയോ? ഇപ്പം തന്നെ UK ആണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം അഭയസ്ഥാനം. ഇനി അവർ തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരുമെന്ന് പോലും സ്വപ്നം കണ്ടാൽ മതി. മനസ്സിലായോ? എന്താ കാര്യം? അവർക്കിങ്ങോട്ട് വരാനുള്ള പാത ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്താണെന്നറിയാമോ? പഴയ കാലത്ത് നമ്മുടെ ആളുകൾ സ്ഥിരമൊന്നും അമ്പലത്തിൽ പോയിരുന്നില്ല, ഇല്ലേ? പോയിരുന്നില്ല. നിങ്ങളെപ്പോലെ ഇത്രയും ബലിതർപ്പണം ചെയ്തിട്ടുമില്ല. പക്ഷേ അവർ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവർ വ്രതനിഷ്ഠയുള്ള ആളുകളായിരുന്നു. തൻ്റെ ഇടവും ചങ്കുറുപ്പും അവർക്കുണ്ടായിരുന്നു. ഏത് കർമ്മത്തെയും ധീരതയോടുകൂടി അവർ സഹിച്ചിരുന്നു. അതേസമയം ഈ അടുത്ത നാളുകളിൽ ഒരു അമ്മയുടെ എളിയിലിരുന്നു കൊണ്ട് ആ ഒരു പിഞ്ചോമന പറയുക, അമ്മേ എന്നെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലരുതേ എന്ന് യാചിക്കുന്ന മുഖം 10-20 വർഷത്തിന് മുമ്പ് കേരളത്തിൽ കാണാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ ഓരോ അമ്മമാരും ചിന്തിക്കുക, അച്ഛന്മാരവിടെ ഇരിക്കട്ടെ, നിങ്ങളിൽ എന്ത് മാറ്റം ഈ സമൂഹത്തിലുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? നോക്കുക, നിങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 40% കല്യാണം കഴിക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ഡിവോഴ്സാകുകയാണ്. അതിൽ പ്രസവാനന്തര മാനസിക രോഗം വരുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുന്നു. എന്താ കാര്യം? ചോറെന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഇഷ്ടം പോലെ കഴിക്കും, എന്നിട്ട് ഒരു പണിയും ചെയ്യില്ല, ശരീരം വിയർക്കില്ല. ഒരു പണിയും ചെയ്യാതെ അലസരും മടിയരുമായിരിക്കുന്ന നിങ്ങളുടെ മുഖത്ത് നോക്കി ആ സനാതനധർമ്മത്തിൻ്റെ അത്യുന്നതമായ ആശയങ്ങൾ പറയാനും മാത്രം വിഡ്ഢികളല്ല നമ്മളാരും. എന്താ കാരണം? നമുക്ക് കർമ്മം ചെയ്യണം. നമ്മളെ ഉപനിഷത്ത് പഠിപ്പിച്ചെന്താ? ഈശാവാസ്യമിതം ജഗത് പഠിച്ചില്ലേ? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. ഞാൻ സംസ്കൃതം വിട്ട് മലയാളം ചൊല്ലിയത് അതെങ്കിലും പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസംഗനായി ഇരിക്കുകയോ ഇതല്ലാതില്ലെന്നും നരന് ചെയ്തിടാൻ. നിങ്ങൾക്കൊരു കടപ്പാട് വേണം കുടുംബത്തിനോട്, ഒരമ്മയ്ക്കൊരു കടപ്പാട് വേണം. അപ്പോൾ ആദ്യം സമത്വം തുടങ്ങേണ്ട എവിടെ നിന്നാണ്? സാമൂഹ്യത്തിൻ്റെ അടിത്തട്ടായിരിക്കുന്ന കുടുംബത്തിൽ നിന്നും. സമൂഹത്തിൻ്റെ അടിത്തട്ട് എന്താണ്? കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു മാറ്റം നമുക്കുണ്ടാകണം. കുടുംബത്തിൽ നിന്ന് മാറ്റമുണ്ടോ? ഇപ്പം മാറ്റമുണ്ട്. എന്താ? പണ്ട് കാലത്ത് നമ്മുടെ വീടിൻ്റെ മുകളിലൊന്നും എന്തുവാ ഗുരുവായൂരപ്പന് വീടിൻ്റെ ഐശ്വര്യം എന്ന് കാണാനില്ലായിരുന്നു. കണ്ടാ? ഉണ്ടോ? പണ്ടില്ലായിരുന്നു. അത് എഴുതുന്ന ആളേ ഇല്ലായിരുന്നു അന്ന്. പിന്നെ എന്താണ്?
വലിയൊരു തൂക്ക് വിളക്ക് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ചാർത്തില്ല. വിളക്ക് കൊളുത്താനല്ലത്, അലങ്കരിക്കാൻ. എൻ്റെ പ്രൗഢി കാണിക്കാൻ വലിയൊരു വിളക്ക് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. ഇതൊന്നും പണ്ട് കാണാനില്ലായിരുന്നു. വൈകുന്നേരം ആകുമ്പം ഉടുതുണി ഒന്നും കൂടെ മുറുക്കി കുത്തിക്കൊണ്ട് ഉമയും മണ്ണും എടുത്ത് വിളക്കിന് നല്ലോണം തേച്ച് മിനുക്കി ആ കൈയും ശുദ്ധമാക്കിക്കൊണ്ട് ഭഗവാനെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് മനഃശുദ്ധിയോടുകൂടി കൊളുത്തുന്ന ഒരു വീട്ടമ്മ പഴയ കാലത്തിൻ്റെ അടയാളപ്പെടുത്തുന്ന ചിത്രമാണ്. ഇന്ന് നമ്മുടെ വീട്ടുകളിലുണ്ടോ അതുവല്ലോ? പറ. ഞാനീ സമത്വം പറയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാറിയെടുത്ത് പഴയ എടുത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാലല്ലേ സമത്വമാവുള്ളൂ. അന്യോന്യം മുറവിളിയില്ലായിരുന്നു. ഏത് ദാരിദ്ര്യത്തിലും അയൽക്കാരനെ സഹായിക്കാനുള്ള മനസ്ഥിതി അന്ന് തമ്മമാർക്കുണ്ടായിരുന്നു. ഇപ്പം എന്താ, ഒരു 4 അടി ആയിട്ട് കെട്ടേണ്ട മതിൽ 8 അടി ആയിട്ട് കെട്ടും. എന്താ കാര്യം? അവിടുന്ന് ഇങ്ങോട്ട് കാണരുത്. മനസ്സിലായി? എന്താ, അതിലും വലിയ ഡോറായിരിക്കും ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുന്നത്, അകത്തൊന്നും ഇല്ലെങ്കിലും. മനസ്സിലായോ? പല കള്ളന്മാരും വീട്ടിൽ വന്നിട്ട് കത്തെഴുതി വെച്ചിട്ടാണ് പോകുന്നത്, ദരിദ്രവാസികളെന്ന്. മനസ്സിലായോ? ആ സ്ഥിതി ഉണ്ടെങ്കിലും പുറമേ എനിക്ക് യാതൊരു പ്രൗഢിക്കും കുറവില്ല. അപ്പം ഞാൻ കാണിക്കുന്ന കാട്ടിക്കൂട്ടങ്ങളൊക്കെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ് മണ്ണോട് ചേരാൻ പോകുന്ന ഈ ശരീരം മാത്രമാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഈ പവിത്ര ജന്മമെന്ന് ഈ പ്രഭാഷണ പരമ്പരയിലൊക്കെ നിങ്ങൾ കേട്ടിട്ട്, പവിത്രമാണ് നമ്മുടെ ആശയങ്ങളെന്ന് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട്? ഒന്ന് പറ. ഹരിനാമം പോലും, അല്ലെങ്കിൽ ഏത് ഭഗവാന്റെ നാമം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു നാമം ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി 1 സെക്കൻഡെങ്കിലും ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോഴത്തേക്ക് മൊബൈൽ ഫോണിൽ ബെല്ലടിക്കും. പഴയ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കളിയാക്കിയിരുന്ന TV ആയിരുന്നു. ഇപ്പോൾ ഒരാൾ എന്നെ വന്ന് കണ്ടു, അമൃത TVയിലെ പ്രഭാഷണം എന്നും കേൾക്കുന്നതാണ്. ഞാൻ ഒരാളോട് പോലും നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? അത് സന്ധ്യാദീപമാണ്, സന്ധ്യയ്ക്കായിരുന്നു അത്. അപ്പം ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയില്ലേ, സ്വാമി എന്നെ പറഞ്ഞിട്ടില്ലേ പ്രഭാഷണം കേൾക്കണം സന്ധ്യയ്ക്കെന്ന്. അപ്പോൾ പിന്നെ നാമം ജപിക്കുന്ന എങ്ങനെ? അമൃത TVയിലെ പലരും എന്നോട് പറയും, സ്വാമി പ്രസംഗിക്കുന്നിടത്തൊക്കെ ഒന്ന് സൂചിപ്പിച്ചേക്കണേന്ന്. ഞാൻ പറഞ്ഞു സന്ധ്യയ്ക്കായതുകൊണ്ട് പാടാമെന്ന് പറഞ്ഞു. എന്താ കാര്യം? സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് എടുക്കുമ്പോൾ തന്നെ ഞാനപ്പോൾ ആ വിഷയത്തെ, ഭാഗവതമായിരുന്നു വിഷയമെങ്കിലും വളരെയധികം ഒരു ഉപാസനാപരമാക്കി മാറ്റിയിരുന്നു. അത് ഒന്നും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. അപ്പം എത്രയോ നല്ല ആളുകളാണ് നമ്മൾ ഓരോരുത്തരെന്ന് ആലോചിക്കുക. നമുക്ക് ഈ ഗതി മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന വിഷയം കേട്ടിട്ടല്ല നിങ്ങൾ മാറേണ്ടത്. നിങ്ങളൊരു സ്വയം ഒരു തീരുമാനം എടുക്കണം. എനിക്ക് എന്നിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ സനാതനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മനസ്സിലായോ? സനാതനം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ അതിനു വേണ്ടി പറയാം. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അതായത് നാദം കടന്നു നടുവേ വിലസുന്ന നിന്മൈ ചേതസ്സിലായി വരിക ജന്മമറുന്നതിനായി ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്കോർ ആതങ്കമില്ല അടിയനുണ്ടിതു ദീർഘശംഭോ. നാദം കടന്നു നടുവേ വിലസുന്ന നിന്മ. അല്ലയോ ഭഗവാനെ, അല്ലയോ ശിവഭഗവാനെ, എല്ലാ ശബ്ദങ്ങൾക്കും അതീതനായി നിലകൊള്ളുന്ന ആരാണ്? ഭഗവാൻ. വിലസുന്ന നിന്മൈ, അല്ലയോ ഭഗവാനെ നിൻ്റെ രൂപം ചേതസ്സിലായി വരിക, എൻ്റെ മനസ്സിലായിട്ടൊന്ന് വരണം. അപ്പം ക്ഷേത്രത്തിൽ ആ ഭഗവാൻ ഇരിക്കുന്നെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങളൊക്കെ ഭഗവാനെക്കുറിച്ച് വിചാരം ചെയ്യുന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് എല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ. എല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ. ഒരു പ്രതിജ്ഞ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. ആ പ്രതിജ്ഞ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനത്തിൽ പോയ ഞങ്ങൾ ഓരോരുത്തരും ഓരോ തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ കുടുംബ സമത്വത്തിന് വേണ്ടി
നിലകൊള്ളുന്നവരായിരിക്കും. എടുക്കാൻ പറ്റുമോ ഇല്ലയോ? എൻ്റെ കുടുംബത്തിലുള്ളവരെയും എൻ്റെ മക്കളെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഭക്ഷണം വാരിക്കോരി കൊടുക്കലല്ല. ആണോ? അല്ലല്ല. മറിച്ചെന്താ? അവനെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തിയെടുക്കാനുള്ള തൻ്റെ ഇടവും പ്രാപ്തിയും ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ നിന്ന് സമത്വം ആരംഭിക്കണം. എന്താ? കുടുംബ സമത്വം ഉണ്ടായെങ്കിലേ സാമൂഹ്യ സമത്വം ഉണ്ടാകുകയുള്ളൂ. കുടുംബം ഛിന്ന ഭിന്നമായാൽ, കുടുംബത്തിൽ ഏകാഗ്രതയില്ല, കുടുംബത്തിൽ ഐക്യതയില്ല, കുടുംബത്തിലുള്ളവർ തമ്മിൽ കലഹമാണെങ്കിൽ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെഴുതി വെച്ച പ്രതിജ്ഞ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മുതൽ സനാതനധർമ്മ വിശ്വാസികളായ ഞങ്ങൾ വെളുപ്പിന് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ 4:20 എത്ര മണിക്കാണ്? 4:20. എന്താ പേടിയുണ്ടോ? നല്ല തണുപ്പല്ലേ? സുഖമായിട്ടൊരു പുതപ്പുണ്ടെങ്കിൽ മൂടിപ്പോച്ച് കിടന്ന് ഒന്നും കൂടെ ഉറങ്ങാം. അവസാനം ഉറങ്ങി മരിക്കാറാകുമ്പോൾ എന്തായിരിക്കും? മരിക്കുന്നതിന് മുമ്പുള്ള കഷ്ടത മുഴുവൻ വരും. ഈ ശരീരം എടുത്തിരിക്കുന്ന പ്രാരബ്ധ കർമ്മങ്ങൾ അത്രയും വരും. ഇതെല്ലാം കൂടെ നിങ്ങളെ വന്ന് അലട്ടുമോ ഇല്ലയോ? അലട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? എല്ലാവരും കൂടെ ചെയ്യേണ്ടത് രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച്, ഒരു വിശ്വാസിയാണെങ്കിൽ വിളക്ക് വീട്ടിൽ കൊളുത്തിയിരിക്കണം. എന്താ പറ്റുമോ ഇല്ലയോ? എൻ്റെ വീട്ടിൽ 5 മണിയാകുമ്പം വിളക്ക് കൊളുത്താവുമെന്ന് പ്രതിജ്ഞ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? എന്നാലേ അടുത്ത തവണ സ്വാമി വിളിച്ചാൽ ഞാൻ വരുള്ളൂ. പറയും. ഒരു ഓജസ്സില്ലല്ലോ. ഭക്ഷണം പോരായിരുന്നെന്ന് തോന്നുന്നു. അവിയലില്ലായിരുന്നോ? കണ്ട? അത് പറയുമ്പോൾ എന്താ നാവ് ശബ്ദം കൂടിയത് കണ്ട? നമുക്കിഷ്ടമുള്ള വിഷയത്തെക്കുറിച്ചാണെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാകും. ഇതൊക്കെ നമുക്കിഷ്ടമാണോ? നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ല, ഇഷ്ടമുണ്ടാക്കിയെടുക്കണം. എന്തുകൊണ്ടാണ്? ഇന്ന് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത് ഹിന്ദു സമൂഹത്തിലുള്ളവരാണ്. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവരും അവരാണ്. ഇന്നലെ ഞാനൊരു പ്രസിദ്ധനായ, ആരാന്ന് പറയുന്നില്ല, ഒരാളെ വിളിച്ചു. ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് അടുത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മകൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയ വിഷയങ്ങൾ. വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും മനോരോഗങ്ങളാണ്. ഇവരുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യം നേടി? ഈ ജീവിതം അവർക്ക് അർത്ഥപൂർണമാണോ? പറ. അല്ല. എന്നെ പഠിപ്പിച്ച, ശിവഗിരി പഠിക്കുന്ന സമയത്ത് പഠിപ്പിച്ച ഒരാളുണ്ട്, MS ശാസ്ത്രി സാർ. കേട്ടിട്ടുണ്ടോ? ഭാരതത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ MS ശാസ്ത്രി സാർ. അതുപോലെ തന്നെ R വാസുദേവൻ പോറ്റി. മൂന്നാമത്തെ ആളാണ് ബാലകൃഷ്ണൻ നായർ സാർ. ഇവർ 3 പേരും ശിവഗിരി, 2 പേരും കൂടെ കോവളത്ത് കടൽ തീരത്തൂടെ ആത്മഹത്യ ചെയ്യാൻ പോവാം. കുട്ടികൾക്കറിയില്ല, അച്ഛനും അമ്മയ്ക്കും അറിയാം. ഏകദേശം ഓർമ്മയുള്ളൊരു കാലമാണ്. കടത്തീരത്തോട് പോകുമ്പം നല്ലോണം ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധിയിൽ അതിജീവിക്കാൻ പറ്റാതെ അവർ നടന്നു പോകുമ്പോൾ ഒരു വെള്ള വസ്ത്രം എടുത്ത് ഒരാൾ അതിലേ വന്നു. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഇവരുടെ ഉള്ളിലുള്ള എന്താണോ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്നുള്ളത് അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യം. അപ്പോൾ പകച്ച് നിന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, അതുകൊണ്ട് പരിഹാരമാവുമോ? തിരിച്ചു പോയിക്കോളൂ, എല്ലാം പരിഹരിക്കപ്പെടും. അന്ന് തിരിച്ചു പോയി വളർന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായി കേന്ദ്രം തിരഞ്ഞെടുപ്പെടുത്ത ആളാണ് MS ശാസ്ത്രി സാറ്. രണ്ടാമത്തെ ആൾ സർക്കാർ തലത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ. അച്ഛനും അമ്മയും ഉയർന്ന തലത്തിൽ പിന്നീട് ജീവിച്ചു. ഈ വെള്ളയുടുത്ത ആളാരാന്നറിയാമോ? ശ്രീനാരായണ ഗുരുദേവൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് MS ശാസ്ത്രി സാറ് എവിടെ ഗുരുമന്ദിരം കണ്ടാലും അവിടെ സാഷ്ടാംഗം നമസ്കരിക്കും. കാര്യം അന്ന് മരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ജീവിതം ഉണ്ടാകുമായിരുന്നു. ഗുരുക്കന്മാർ പോകുന്ന പാതയെക്കുറിച്ച് അറിയാത്ത മരമണ്ടന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ്. അവരുടെ അനുഗ്രഹം അല്പം പോലും തേടാൻ ഭാഗ്യമില്ലാത്തവരാണ് ആര്? നമ്മളോരോരുത്തർ. മനസ്സിലാകുന്നുണ്ടോ? അത് നേടാൻ കഴിഞ്ഞ ഒരാൾ. രണ്ടാമത്തത് ഞാൻ കണ്ട ഒരു വലിയ ആളാണ് ബാലകൃഷ്ണൻ നായർ സാറ്.
ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴും ഒക്കെ തന്നെ വേദാന്തത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ. ഇപ്പം എന്നെ ബ്രഹ്മസ്വരൂപാനന്ദ എന്നാണ് സ്വാമി വിളിക്കുന്നത്. പക്ഷെ ആദ്യത്തെ എൻ്റെ പേര് അമല ചൈതന്യം എന്നായിരുന്നു. അമല ചൈതന്യം എന്ന് പേരിട്ടപ്പം ഞാൻ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുക്കൽ ചെന്ന് നമസ്കരിച്ചു. എനിക്ക് ആ പേരിട്ടത് ഗുരുദേവനെ അന്ത്യകാലത്ത് ശുശ്രൂഷിച്ച മാധവാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ സന്യാസം എടുക്കുന്നത്. ആ ഒരു ഭാഗ്യം കിട്ടി. ഇത് കാലഘട്ടം ഏതാണെന്ന് ആലോചിക്കണം, 1988 അപ്പോൾ സന്തോഷം തോന്നുമായിരുന്നു. കാര്യം എന്താണെന്നറിയാം, ആ സ്വാമിജിയുടെ അടുത്ത് പോയിരുന്നാൽ നമുക്കൊരു പോസിറ്റീവാണ്. ഒരു കൊതുക് വന്ന് ശരീരത്തിരുന്നാൽ അടിച്ചു കൊല്ലില്ല. അവരാണ് സമത്വത്തിൻ്റെ പ്രതീകം. എന്താ കാര്യം? ഇപ്പോൾ ഉടനെ പറയും ഗുരുദേവനെ തൃപ്പാദം എന്നേ പറയുള്ളൂ. എടോ, തൃപ്പാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, ഒരു എറുമ്പിനെ പോലും നോവിക്കരുത്. അവർ ഗുരുക്കന്മാർ പറഞ്ഞത് അത്രയും ജീവിതത്തിൽ പകർത്തി വെച്ച്, നമ്മൾ ഗുരുക്കന്മാർ പറഞ്ഞത് മൈക്കിൽ കൂടെ മാത്രം കേൾക്കും, അപ്പം തന്നെ അതിനെ മറന്നും കളയും. ഈ ഒരു ദുരവസ്ഥയിലാണ് സാമൂഹ്യമായിട്ട് അർത്ഥവ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് സനാതനധർമ്മത്തെ, സനാതന മതത്തെ മൂല്യച്യുതിയിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോകുന്ന നമ്മളെയൊക്കെ എന്താണ് ജാതീയമായിട്ട് വേർതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനല്ലാക്കി മാറ്റി നിർത്തുന്ന ചില ആളുകളുടെ പ്രവൃത്തികൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം സ്വമേധയാ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഞാൻ ജീവിച്ചിരുന്നിടത്തോളം കാലം എൻ്റെ കുട്ടികൾക്കും എന്നോട് സംബന്ധപ്പെട്ടിരുന്നവർക്കും എന്താണ് പകർന്നു നൽകിയത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് കുളിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളേ അല്ല. ചാകുമ്പം എള്ളും അരിയൊക്കെ എടുത്തിടില്ലേ ശാന്തി, എന്നിട്ട് എന്താ പറയുന്നത്? പ്രേതത്തിനെ പിതൃവാക്കി മാറ്റുന്നു. ഇദ്ദേഹം ഒരു നിമിഷം കൊണ്ട് ഇത് ചെയ്യാമെങ്കിൽ പിന്നെ എന്തിനാ ഈ ഹിന്ദുമതധർമ്മമൊക്കെ എഴുതി വച്ചിരിക്കുന്നത്? മനസ്സിലായി? എത്രയോ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ടാവുമോ? എന്താ, പഞ്ചമഹായജ്ഞം അനുഷ്ഠിച്ചിരിക്കുന്നവർക്കാണ് മരണാനന്തര ജീവിതത്തിൽ പ്രേതം പിതൃവായി മാറുന്നത്. ഇതൊന്നും അനുഷ്ഠിക്കാതെ, ഇതൊന്നും പഠിക്കാതെ, ഇതിനൊത്ത് ജീവിക്കാതെ അവസാനം മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന തിരുമണ്ടന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ആരാ? നമ്മളാ. ഇല്ലേ, മോങ്ങാനിരുന്ന നായുടെ മണ്ടേ തേങ്ങ വീണെന്ന് പറയുന്ന പോലെ ആയിരിക്കും. അവസാനം പടു നരകത്തിലേക്ക് പോകും നമ്മൾ ഓരോരുത്തരും. ആവശ്യമില്ലാണ്ട് സമയം കളയരുത്. മനസ്സിലായോ? നിങ്ങൾ തന്നെ നോക്ക്, എൻ്റെ നമ്പറുള്ളവർക്കൊക്കെ നോക്കാം. ഞാൻ ഈ വാട്സാപ്പായാലും ഫേസ്ബുക്കായാലും ഏത് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യ കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. മദ്യപാനികളെക്കാളും അപകടകാരിയാണ് ആര്? ഈ സാധനങ്ങൾ. സ്ത്രീകൾ വിചാരിക്കും എൻ്റെ ഭർത്താവ് കുടിച്ച് ലക്കില്ലാതെ നടക്കുന്നു, ഞാൻ യൂട്യൂബിൽ ലക്കില്ലാതെ നടക്കുക. മനസ്സിലായോ? എന്താ കാര്യം? ഒരു യൂട്യൂബ് കഴിഞ്ഞിട്ട് അടുത്ത യൂട്യൂബ്, ഇങ്ങനെ ഓരോന്നിലേക്ക് പോകുന്നു. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. എന്താ മെസ്സേജ് എന്നറിയാം? സ്വാമി, നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട്, എത്രയും പെട്ടെന്ന് അത് വന്ന് വാങ്ങിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിച്ചിരി തമാശ പറയുന്നുണ്ട്, ഞാനൊരാണാണെന്നും പറഞ്ഞ് പുള്ളിക്ക് മറുപടി ഇട്ട്. ഏതർത്ഥം എടുക്കാമല്ലോ ഒരു വാക്കിന്. എന്താ കാര്യം എന്നറിയാം? ഇപ്പം ഈ തട്ടിപ്പുകാരില്ലേ, അവരെനിക്കും ഒരു മെസ്സേജ് അയച്ചു. എന്താ, ഞാൻ ഒരിടത്തും കയറി ഓൺലൈനായിട്ട് ഒരു പർച്ചേസും നടത്താത്ത ആളെ ആയ എനിക്ക് വേണ്ടി മെസ്സേജ് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? സൂക്ഷിച്ചോളുക. അവർ ഇന്ന് രാവിലെ കൂടി എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ അടുത്തുള്ളൊരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ട് നിന്നെ ഒരാൾ കാണണമെന്നും പറഞ്ഞ് ഓൺലൈനിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ മൊബൈലിലേക്ക്. അപ്പോൾ അവൻ പറഞ്ഞു ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. അല്ല, നീ വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നപ്പോൾ ഈ സാധനമാണ് അവൻ ലോക്ക് ചെയ്ത് തന്നിട്ട് പോയി. അതിനുശേഷം പിന്നെ മെസ്സേജൊന്നും വന്നില്ല. സൂക്ഷിക്കുക. ഈ മൊബൈൽ ഫോണും പിടിച്ചിരിക്കുന്നവരുടെ അടിയും കൊണ്ട് പോകുന്ന അറിയില്ല. എന്താ കാര്യം? നമ്മുടെ സമ്പത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭദ്രത. അതുവരെ കൊണ്ടുപോകാനുള്ള ടെക്നോളജിക്കലായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളായി ജീവിക്കണമെങ്കിൽ മനോനിയന്ത്രണം, മനക്കരുത്ത്, ഈശ്വരീയത. ഞാൻ നിങ്ങളോട് പറയുന്നു,
അധികം ഒന്നും സംസാരിക്കാതെ അവനവൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഞാൻ ചെയ്യുന്നതാണ്. ഇഷ്ടം പോലെ തുളസി വെച്ച് പിടിപ്പിക്കുക, ഏറ്റവും നല്ലതാണ്. രാവിലെ ആകുമ്പോൾ അവരോട് പോയി ഇച്ചിരി നേരം വർത്തമാനം പറയാമെങ്കിൽ ബാക്കി മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാളും എനർജി കിട്ടും. എന്താ കാര്യം? ഓക്സിജൻ കിട്ടും. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന മുടക്കരുത്. രാവിലെ എല്ലാ ദിവസവും എഴുന്നേറ്റ് വിളക്ക് കൊളുത്തിയിരിക്കണം ഒരു ഹിന്ദു ആണെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത വർഷം വരുമ്പോൾ ഞാൻ കൈ പൊക്കിക്കും. അതിന് അടുത്ത വർഷം നിങ്ങൾ മുങ്ങുമെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അടുത്ത വർഷം വരുമോ? ഉറപ്പല്ലേ? അപ്പം ഞാൻ ചോദിക്കും, എത്ര പേര് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി? കണ്ട, ഇപ്പോഴേ കൈപൊക്കി തുടങ്ങി. മനസ്സിലായോ? നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇല്ലേ പച്ച ലൈറ്റ് കത്തുമ്പോഴേ ട്രെയിൻ വരുള്ളൂ, ഇത് ചുവപ്പ് കത്തുമ്പോഴേ ട്രെയിൻ വന്നു തുടങ്ങി. അടുത്ത വർഷം അവർ കാത്തിരിക്കുന്നില്ല, 2025 തന്നെ തുടങ്ങിയെന്നാണ് പറയുന്നത് അല്ലേ? ആദ്യമേ ഉണ്ട്. വലിയ ഭാഗ്യമാണ്. ഇങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയുന്നതാണ് വലിയ ഭാഗ്യം. നമ്മളായിരുന്നുകൊണ്ട് കാര്യം എന്താണെന്നറിയാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരിടത്ത് ഈ ഹോമമന്ത്രം എല്ലാവരും ചൊല്ലണമെന്നും പറഞ്ഞ് ഒരിടത്ത് ക്ലാസ് എടുത്ത്. അപ്പോൾ അത് കേൾക്കാനിരുന്ന ഒരാൾ ചോദിച്ചു, അഗ്നേ തവയത്തേ ദസ്തബ്രാമം അധസ്തം പ്രത്യക്ഷം ബ്രഹ്മാസി. രാവിലെ എഴുന്നേറ്റ് ചൊല്ലാൻ പറ്റുന്ന ഒരു മന്ത്രമാണത്. അഗ്നേ തവയത്തേ ദസ്തബ്രാമം. അല്ലയോ അഗ്നിദേവ, അങ്ങയുടെ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹോമമന്ത്രം. ആ ഹോമമന്ത്രം ഞാനിങ്ങനെ ക്ലാസ് എടുത്തപ്പം ഈ ഗുരുദേവന് ഇത് അങ്ങ് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നു, ഇങ്ങനെ വളച്ചൊക്കെ പറയേണ്ട കാര്യം എന്തായിരുന്നെന്ന് ഒരു ആളിരുന്ന് ചോദിച്ചു. അപ്പം അത് കാരണം ഞാനിപ്പോൾ വളരെ സൂക്ഷിച്ചാണ് പ്രസംഗിക്കുന്നത്. കാര്യം ഓഡിയൻസ് അത്രയും അറിവുള്ളവരാണ്. വളഞ്ഞു പോകരുത്, ഗുരുദേവനും നേരിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആളോട് പറഞ്ഞു, കുറേ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പം ജനിക്കേണ്ട ആളല്ല. ഇന്ന് വന്ന അടുത്ത പരിപാടി എന്താ? വീട്ടിൽ വന്ന കാല് കഴുകലല്ല, പിന്നെന്താ? ഭാര്യയുടെ മുമ്പിൽ പോയി ഊതലാണ് എല്ലാ ദിവസവും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം ഇതിലെ പേരക്കിടാങ്ങൾക്ക് സംശയം വന്ന് ഈ ഊത്ത് പരിപാടി എന്താണെന്നറിയാൻ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അവക്കൊരു ചെറിയ സംശയം വാർദ്ധക്യത്തിൽ ഞാൻ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ കുടിക്കുമോ എന്നുള്ളത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാനത് ചിന്തിക്കുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. അന്നത്തെ പ്രായത്തിൽ ഊതാൻ പറയുമ്പോഴും തൻ്റെ അരികിൽ വന്നതെന്ന് ഊതിയിട്ട് നിഷ്കളങ്കനായി കയറിപ്പോകുന്ന ഒരു പിതാവും ഭർത്താവിൻ്റെ ഏത് കാര്യത്തിലും പിന്തുടരുന്ന ഒരു ഭാര്യയും ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് സമത്വം എന്നുള്ളൊരു വിഷയം തന്നെ നമുക്ക് അപ്രാപ്യമായത്. ഇന്നാണ് ഊതാൻ ഒരു ഭാര്യ പറയുന്നെങ്കിൽ വായിലെ പല്ല് പിന്നെ ശേഷിക്കുമോ? പറ. അന്ന് അതില്ല. അവർ തമ്മിലുള്ള ഐക്യതയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ഇടയ്ക്ക് അതൊക്കെ നഷ്ടപ്പെടുത്തിയോ നഷ്ടപ്പെട്ടു പോയോ എന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളാകാൻ കൂടുതൽ പ്രേരണ നൽകുന്നത്. എനിക്ക് ഞാനാകണമെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കണം. ഞാൻ നിങ്ങളോട് പറയാം, 1 മിനിറ്റ് പോലും ഞാൻ വെറുതെ കളയില്ല. ഒന്നീ പുസ്തകം വായന, അനാവശ്യമായിട്ട് ഫോണിൽ വിളിച്ചാൽ തന്നെ സ്വാമിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇച്ചിരി നേരം ഇരിക്കും. കാര്യം അത് സംസാരിക്കുന്ന വിഷയം ഇച്ചിരി പ്രാധാന്യമുള്ളതാണ്. എന്താണെന്നറിയോ? 1 നിമിഷം പോലും ജീവിതത്തിൽ കളയരുതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഗുണം എന്താ? ഞാൻ കിടന്ന ഉടൻ ഉറങ്ങും. മനസ്സിലായോ? നമുക്കെന്താ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്തൊക്കെ? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇതിപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്യാതെ വന്ന് പറയുന്നതല്ല, ചെയ്തിട്ട് വന്ന് പറയുകയാണ്. ഒരു ദിവസം ഇത്ര മണിക്കൂർ ഉറങ്ങുക, ഇത്ര ഭക്ഷണം കഴിക്കുക, ഇത്ര കർമ്മങ്ങൾ ചെയ്തിരിക്കുക. ഇന്നലെ രാത്രി 12 മണി വരെ ഗീതാജ്ഞാനയജ്ഞത്തിൻ്റെ ആളുകൾ വന്നിരുന്ന് എന്നോട് ചർച്ചയായിരുന്നു. അന്തിമ രൂപരേഖ നോട്ടീസ് തയ്യാറാക്കാൻ. അവർ പോയി കഴിഞ്ഞ് 4 മണിക്ക് ടൈം ടേബിളും പ്രകാരം എഴുന്നേൽക്കുകയും ചെയ്തു. ആശ്രമത്തിൽ നിന്ന് പായസം കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കാനും പറ്റി. മനസ്സിലായോ? അപ്പോൾ എന്താ അതിൻ്റെ കാരണം? പ്രസംഗിക്കലല്ല, നമ്മുടെ കർമ്മങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാണ്ട് ചെയ്യാൻ പ്രാപ്തി നൽകുന്നത്
ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദിനചര്യ തന്നെയാണ്. നിങ്ങളൊരു ദിനചര്യ വാർത്തെടുക്കുക. രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവും. ഏത് പ്രതിസന്ധിയിലും മനസ്സാണ് നമുക്കൊരു ആത്മബലമാകേണ്ടത്. ഇന്നലെയൊക്കെ എൻ്റെ സമയം എത്ര പോയി. ഇന്നൊക്കെ ഞാനിപ്പോൾ ദൂരയാത്ര ആകെ കാറിന് വരുന്നത് ഈ പരിസര പ്രദേശം മാത്രമാണ്. എന്താ അതിൻ്റെ കാരണമെന്നറിയാം? ഇപ്പോൾ കോഴിക്കോട് ചിദാനന്ദപുരി സ്വാമിജിയുടെ ആശ്രമത്തിൽ ഗീത പ്രഭാഷണ പരമ്പരയുണ്ടായിരുന്നു. ഞാൻ പോയിരുന്നു. ട്രെയിനാണ് പോയത്. എന്താ കാര്യം? അത്രയും സമയം പുസ്തകം വായിക്കാം. കാർ ഓടിച്ചു പോകുന്ന സമയം കൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ള സമയം കണ്ടെത്താം. ഇങ്ങനെയൊക്കെ പരിശ്രമിക്കുന്നവരാണ് സമൂഹത്തിൽ, ഇങ്ങനെയൊക്കെ പരിശ്രമമുള്ള വ്യക്തികളുടെ മനസ്സിലാണ് സമൂഹത്തിൽ കറകളില്ലാതെ എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ കഴിയുക. അവനെ പറയുന്ന പേരാണ് സനാതനധർമ്മ വിശ്വാസി. മനസ്സിലായോ? അല്ലാത്തവരൊന്നും സനാതനധർമ്മികളല്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് ആത്മഗതം എന്ന വണ്ണം നെറ്റിയിലെ ചന്ദനക്കുറിയോടും അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തോടും അണിഞ്ഞിരിക്കുന്ന മാലയോടും കയ്യിലെ രാഖിയോടും ഒക്കെ ചോദിച്ചിട്ട് ഒരു ഉത്തരം കണ്ടെത്തുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചു? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദപ്രദമായിട്ട് എന്തുണ്ട്? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒറ്റ സംസ്കൃത ശ്ലോകം ചൊല്ലിയിട്ടില്ല. ഈശാവാസ്യമിതം സർവ്വമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മലയാളമാണ് ഞാൻ ചൊല്ലിയത് പോലും. എന്തിനാ കാര്യമെന്നറിയാം? ഒന്നാമതേ ചൂടെടുത്തിരിക്കുക. അതിൻ്റെ കൂടെ അറിയാത്തൊരു ചൈനീസ് ഭാഷ ചൊല്ലണോ? ചൈനീസ് ഭാഷ പോലെയാണ് നമ്മുടെ ഇടയ്ക്ക് ഏത് ഭാഷയും സംസ്കൃത ഭാഷയും. അത് മനസ്സിലാക്കാൻ നമുക്ക് ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ ആശ്രമത്തിലൊരു കോഴ്സ് വയ്ക്കുന്നുണ്ട്. അതിൽ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്താൽ ഞാൻ പറയുന്നു 1 വർഷത്തിനുള്ളിൽ സംസ്കൃത ഭാഷ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാം, ലളിതമായിട്ട്. അങ്ങനെ ആയാൽ ഭഗവത്ഗീതയോ രാമായണോ ഭാഗവതോ ഒരുത്തനും വന്ന് കള്ളത്തരം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നിന്ന് പോകാൻ പറ്റില്ല. മനസ്സിലായോ? ശരി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായല്ലോ? അതുകൊണ്ട് രാമായണത്തിൽ പറയില്ലേ എന്താ? എല്ലാവരും ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് രാമായണത്തിലെ ശ്ലോകമാണ്. വാൽമീകി മഹർഷിയുടെ വായിൽ നിന്ന്, രത്നാകരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ശ്ലോകമാണ്. രത്നാകരനാണ് ആരായത്? എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മാറ്റം നിങ്ങൾ നോക്കുക. ഈ മാറ്റം ഇല്ലാതിരിക്കുന്നവരാണ് നമ്മൾ. നമ്മളിൽ ഒരു രത്നാകരത്വം ഉണ്ടായിരുന്നു, ജന്മനാ കിട്ടിയത്, മാതാപിതാക്കൾ തന്നിരുന്നത്. അതിപ്പോഴും നമ്മളിൽ തുടരുകയാണ്. അത് മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള ഉപായത്തിൽ ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളതാണ്. ഇനിയിപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. കേട്ടിട്ടുണ്ടോ? വലിയൊരു ക്ഷേത്രമാണ്. കോഴിക്കോടിൻ്റെ സെൻട്രൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രസിദ്ധമാണ്. ഞാൻ ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമിജിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, കോഴിക്കോടുകാർക്ക് അറിയാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. ഗുരുദേവനൊക്കെ ഈ സനാതനം എന്ന് പറയുമ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. ഗുരുദേവൻ്റെ ആദ്യത്തെ ശിഷ്യൻ കൊച്ചമ്പിപ്പിള്ളി എന്ന് പറയുന്ന ശിവലിംഗദാസ് സ്വാമികളാണ്. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആനന്ദക്ഷേണായി എന്ന് പറയുന്ന ബ്രാഹ്മണൻ ആനന്ദതീർത്ഥരാക്കി ഗുരു. ഇങ്ങനെ എത്രയെത്രയോ അന്നത്തെ കാലത്ത് എത്രയെത്രയോ പ്രഗത്ഭമതിയായ പണ്ഡിതന്മാരായ ശിഷ്യഗണങ്ങൾ ഗുരുദേവനുണ്ടായിരുന്നു. ഏങ്ങണ്ടൂരുകാരനായിരുന്നു ആര്? ധർമ്മതീർത്ഥസ്വാമികൾ. മേനോനായിരുന്നു. അവർക്കൊന്നും ജാതീയതയില്ലാതെ ഗുരുവിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ചൈതന്യാൻ സ്വാമികൾ. ഇവരെയൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്വാമിജിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? കൊല്ലാട്ടി അമ്പലം. ഇവിടെ അടുത്ത് കൊല്ലാട്ടി അമ്പലം അറിയില്ലേ? ഇരിങ്ങാലക്കോ അറിയില്ല. തിയേറ്ററോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരും. ഇതൊക്കെ ആകുമ്പം നമുക്കറിയില്ല. ഷഷ്ടി അതാണ്, അതറിയാം. കാര്യം ആകെ നമ്മൾ പോകുന്ന എന്താണ്? ഷഷ്ടിക്ക് മാത്രമാണ് അവിടെ. കാര്യം ആ ആട്ടത്തിനിടയ്ക്ക് പോയി ഒന്ന് നിന്ന്, ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഏതോ ഒരു അമ്പലത്തിലാണ് ഒരു ആന ഒരുത്തനെ എടുത്തിട്ട് ശരിയാക്കിയിട്ടുണ്ട്. ആ എറിയുന്ന ദൃശ്യം തന്നെ കാണാം. എന്നാലും ആനയുടെ പുറകെ പോകാൻ ഏറ്റവും നമ്പർ 1 ആളുകളാരാ?
നമ്മൾ തന്നെ. ഇനി ഞാനിവിടെ കാണാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമല്ലോ അല്ലേ? കാര്യം അത്രയും ആനപ്രേമികളുടെ നാടാണ് നമ്മുടെ നാട്. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ വിഷയം. പക്ഷേ ഞാൻ പറയുന്നത് കൊല്ലാട്ടി അമ്പലത്തിൽ 5000 പേര് തടിച്ചുകൂടി അന്ന് ആ വലിയ ഗ്രൗണ്ടിൽ അന്നവിടെ പ്രസംഗിക്കുന്ന കേരളത്തിലെ വിവേകാനന്ദൻ എന്നും പറഞ്ഞൊരു സ്വാമി ഉണ്ടായിരുന്നു. കോട്ടയംകാരനായിരുന്നു അദ്ദേഹം. ആലുവ അദ്വൈതാശ്രമത്തിൽ നായർ സമുദായത്തിലെ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു ഇദ്ദേഹം. അദ്വൈതാശ്രമത്തിൽ ഗുരുദേവനെ എതിർക്കാൻ വന്നതാണ്. ഗുരുദേവനെ കണ്ട മാത്രമേ സാഷ്ടാംഗം അങ്ങ് നമസ്കരിച്ചു. ഗുരുദേവൻ പേരും കൊടുത്തു സത്യവ്രതൻ. ഗുരുദേവൻ്റെ വിവേകാനന്ദൻ എന്നറിയപ്പെട്ടിരുന്ന ആളാണ് ആര്? സത്യവ്രത സ്വാമികൾ. സത്യവ്രത സ്വാമി ചെയ്തിരുന്നത് ശിവഗിരിയിലെ മറ്റ് സ്വാമികളുടെ തുണികളെല്ലാം വാങ്ങിച്ച് കഴുകിയിടും. നടരാജഗുരുവിൻ്റെയൊക്കെ. എന്തിനാ? ജാതി ചിന്ത അല്പം പോലും ഉള്ളിലുണ്ടാകരുത്, ഗുരുവിനെ പോലെ പരിശുദ്ധനാകണം എനിക്ക് എന്ന് പറഞ്ഞ് വ്രതമെടുത്ത മഹാപണ്ഡിതനായിരുന്നു. സത്യവ്രത സ്വാമിയുടെ ഒരു പ്രഭാഷണം കേൾക്കാൻ 5000 പേരാണ് ഇവിടെ തടിച്ചുകൂടിയത്. മൈക്കില്ല അന്നത്തെ കാലത്ത്. അദ്ദേഹത്തിന് മൈക്ക് വേണ്ട, അത്രയും ഘനഗംഭീരമായ ശബ്ദമായിരുന്നു. തപസ്സോ അത്രയും വലിയ തപസ്സുമായിരുന്നു. ഇങ്ങനെയുള്ള സുഹൃതികളായിരിക്കുന്ന ഒരുപാട് പേര് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഗുരുദേവൻ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. അതിനൊരു മാറ്റം പോലും വരുത്തിയില്ല. മനസ്സിലായോ? ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും ഒരുമിച്ച് കഴിഞ്ഞ സൗഹൃദം നിങ്ങൾ പുസ്തകങ്ങളിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കുളിർമ തോന്നും. കാര്യം അത്രയും ആത്മനിഷ്ഠയോടുകൂടി മരുത്വാമലയുടെ മുകളിൽ തപസ് ചെയ്ത ആ സുഹൃതികളെ മറന്നുപോയ മണ്ടന്മാർ ഭാരതഭൂമിയിലുണ്ടെങ്കിൽ അവരുടെ പേരാണ് എന്ത്? മലയാളികൾ. നാരായണ ഗുരു എന്നുള്ള പേര് മാത്രം പറഞ്ഞാൽ മതിയോ? ചട്ടമ്പിസ്വാമി എന്ന് പറയുന്ന പേര് മാത്രം പറഞ്ഞാൽ മതിയോ? ഈ കഴിഞ്ഞ ദിവസം സ്വാമിജിയെ ഞാൻ ആശ്രമത്തിലേക്ക് വിളിച്ചു. മാർച്ച് 14 ആശ്രമത്തിൽ ഒരു ചെറിയ ചടങ്ങുണ്ട്, സ്വാമിജി വരണമെന്നും പറഞ്ഞു. എന്താണെന്നറിയോ ആ ചടങ്ങ്? ചട്ടമ്പിസ്വാമികളുടെ പരമ്പരയിലെ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ പരമ്പരയിലെ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികളുടെ 70ാം പിറന്നാൾ അമരിപ്പാടം ഗുരുനാരായണ ആശ്രമത്തിൽ വെച്ചാണ്. ഈ ഭേദങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കുമ്പം നമ്മൾ മനുഷ്യരല്ല. ഭേദങ്ങൾ സൃഷ്ടിക്കാതെ ഐക്യതയോടുകൂടെ പോകുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ചിദാനന്ദപുരി സ്വാമിയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ആമുഖമായിട്ട് പറയുക, പ്രാർത്ഥനയോ ശുദ്ധമായ ജീവിതമോ ഇല്ലാത്തവർക്കാണ് ജീവിതത്തിൽ ഈ സങ്കുചിതത്വം ഉണ്ടാകുക. അവരിവിടെ മൃഗങ്ങളെപ്പോലെ വന്ന് തൊലിയും എലുമ്പ് മലം ദുരന്തമന്ത കലകളും എന്തു മഹന്തയൊന്ന് കാണുക. തൊലി എലുമ്പ് മലം, ഇത് അവസാനം ആദ്യം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ, അവസാനവും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ആരെങ്കിലും 4 പേര് പൊക്കാണ്ട് കുഴിയിൽ പോകാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി, പറ്റുമോ? ഇല്ല. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമുക്ക് സൗഹൃദം വേണോ വേണ്ടയോ? എന്നെ കുളിപ്പിക്കണം, എൻ്റെ ശരീരത്തെ നല്ല വസ്ത്രം കൊടുക്കണം, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല അടിച്ചു മാറ്റിക്കോണോ അവർ, എൻ്റെ മുഖത്തിരിക്കുന്ന കണ്ണട അങ്ങനെ തന്നെ വെച്ച് തരണം. എന്താ ആ പവറുള്ള ആൾ വീട്ടിലില്ല? ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരണമെങ്കിൽ മക്കളോട് സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ആരായിരിക്കണം? അച്ഛനമ്മമാരായിരിക്കണം. അതിനെന്ത് വേണം? മക്കൾ തിരിച്ചും നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ അവരെ ആത്മീയത പഠിപ്പിച്ചു കൊണ്ടുവന്നിരിക്കണം. അവരിൽ വ്യത്യാസം കാണാത്ത മാതാക്കളായിരിക്കണം. അവരിൽ എല്ലാവരിലും ആത്മീയതയുടെ നിറകുടമായിരിക്കുന്ന ചൈതന്യത്തെ പ്രതിഷ്ഠിക്കാൻ നിങ്ങളുടെ കർമ്മപദ്ധതി കൊണ്ട് കഴിഞ്ഞിരിക്കണം. പണ്ട് നിങ്ങളുടെ അമ്മമാർ വല്ല തേനെ പാലെന്നും പറഞ്ഞ് പുറകെ നടന്നിട്ടുണ്ടോ? എടി പൊടി എന്നൊക്കെ വിളിച്ചിട്ടുള്ളൂ അല്ലേ? പക്ഷെ ആ വിളിയിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഇല്ലേ? ആ അമ്മ തന്ന ഭക്ഷണം നമ്മൾ മറന്നിട്ടില്ല, ഉണ്ടോ? പക്ഷേ നിങ്ങളിന്ന് പുറകെ നടന്ന് ഊട്ടുന്ന മക്കൾ നിങ്ങളെ എന്താ വിളിക്കുന്നത്? കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ ഒരു പയ്യനെ പിടിച്ചു. ഞാനിരിക്കുന്നതിനടുത്തുള്ള ഏറ്റവും വല്ല ഉയർന്ന റാങ്കിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥയുടെ മകനെ. എന്തുമായിട്ട്? കഞ്ചാവുമായിട്ട്. മനസ്സിലായ? അവരപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെ വന്നപ്പം സ്വാമിമാരെ ശരണോ അയ്യപ്പ എന്നും പറഞ്ഞു വന്നു.
അതുവരെ നമ്മളെ കണ്ട ചതുർത്ഥിയായിരുന്നു. ജീവിതത്തിൽ ഒരു വഴിമുട്ടൽ വരുമ്പോൾ തുറക്കപ്പെടുന്ന വാതിലുകളാണ് ആശ്രമങ്ങളും അമ്പലങ്ങളും. ഞാൻ പറഞ്ഞ അവനെ വല്ല മെഡിറ്റേഷനൊന്നും അല്ല ചെയ്യേണ്ടത്, നല്ല ഒന്നാന്തരം ആയുർവേദ ഡോക്ടറുടെ കൊണ്ടുപോവുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. മനസ്സിലായോ? അതാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ അമ്മ പറയുന്ന വാക്കെന്താണെന്നറിയോ? 7ാം ക്ലാസ് വരെ അവന് ഞാൻ ഭക്ഷണം വാരി കൊടുത്തെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു സ്വാമിയായിപ്പോയി, അല്ല 2 തന്നേനെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഇത് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? മക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കണമെന്നാണോ അതിൻ്റെ അർത്ഥം? ആണോ? അല്ല, നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അവർക്ക് വേണ്ടുന്നത് ഇണക്കി കൊടുക്കുക, അവളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുക. ഇത് ഓരോ അമ്മമാരുടെയും കർത്തവ്യമായിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വീടില്ലാത്തവർ, അകാല മൃത്യു വരിക്കുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർ, മാതാപിതാക്കളെ കൊന്നെന്നുള്ള ഖ്യാതിയുള്ളവർ, ഖ്യാതി എന്ന് ഞാൻ പറയുകയല്ല, അപഖ്യാതി, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അത്രയേ ഉള്ളത് ആരില്ല? നമ്മുടെ സമൂഹത്തിലാണ്. ഇത് മാറ്റണോ വേണ്ടയോ? ഓരോരുത്തരും അതിനായി പ്രവർത്തിക്കണം. ഓരോ വീടിൻ്റെ വാതിലുകളും തുറക്കണം ഐശ്വര്യത്തോടു കൂടി. ഇനി ഒരു കാര്യം ഞാൻ പറയാം. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അവിടെ ശ്രീനാരായണ ഗുരുദേവൻ വെള്ള വിരിച്ച മണ്ണിൽ വന്നിരിക്കുക, ചാരി കസേരയിൽ. അപ്പോൾ ചുറ്റിനും ഇഷ്ടം പോലെ ആൾ, വലിയ മൈതാനം പോലത്തെ ഉമ്രമാണ്, ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുകയാണ്. അങ്ങനെ ആളുകളെല്ലാം നിൽക്കുമ്പോൾ അങ്ങ് അകലെ വെള്ള വസ്ത്രം എടുത്ത് കുറേയധികം ആളുകൾ നിൽക്കുന്നു. അപ്പോൾ ഗുരു അവരോട് ചോദിച്ചു, എന്താ അവരവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ മറുപടി വന്നു, അവിടുന്ന് താഴ്ന്ന ജാതിക്കാരാണ്, അതുകൊണ്ട് അവരെ ക്ഷേത്രത്തിൽ കയറ്റാൻ പറ്റില്ല. മനസ്സിലായോ? മനുഷ്യനല്ല, പിന്നെ ആരാ? താഴ്ന്ന ജാതിയാണ്. ഉടനെ പിന്നെ ഗുരു ചോദിച്ചു, എന്തുകൊണ്ടാണ് അവരെ ക്ഷേത്രത്തിൽ കയറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഭാരവാഹികൾക്ക് ഇഷ്ടമില്ല. ആർക്കിഷ്ടമില്ല? ഭാരവാഹികൾക്ക്. അപ്പോൾ ഗുരു ചോദിച്ചു, ഭാരം വഹിക്കുന്നത് തൂണല്ലേ, അതിനും ഇഷ്ടം വേണോ ക്ഷേത്രത്തിൽ കയറാൻ? അപ്പം ഗതിയില്ല മനസ്സോടുകൂടി അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, 1 വർഷം കഴിഞ്ഞിട്ട് കയറ്റാം സ്വാമിജി എന്ന് പറഞ്ഞു. എത്രയാണ്? എല്ലാവരും മനസ്സുരുകി ഒന്ന് ആലോചിച്ച് നോക്കുക. ഗുരുക്കന്മാരോട് ഓരോ വാക്കും പറയുമ്പം അവർ തപസ്സിൻ്റെ മൂർത്തികളാണ്. നമ്മുടെ വ്യവഹാരമല്ല അവരുടെ വ്യവഹാരം. നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകുന്നവരെ ആവശ്യമില്ലാത്ത ചപ്പ് ചവറുകൾ മുഴുവൻ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടും. ഏതാ നമ്മുടെ വേസ്റ്റ് ബോക്സ്? മനസ്സ്. സകല സാധനം ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ചിലപ്പം 10-20 വർഷത്തിന് മുമ്പ് ഭർത്താവ് പറഞ്ഞ കാര്യം വരെ ഇപ്പോൾ ഇവിടെ വെച്ച് ഓർത്തെടുക്കും. കിട്ടിയാൽ 2 കൊടുക്കാമെന്നും വിചാരിക്കും. മനസ്സിലായോ? ഒരു പെൺകുട്ടി അമ്മയും അച്ഛനുമായിട്ട് ഇന്ന് എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ഭർത്താവിനിട്ട് 2 കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് അവാർഡ് തരാൻ പറ്റില്ല, കുറച്ച് നാൾ കഴിഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് തരാമെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസമുള്ള ബാങ്ക് ജീവനക്കാരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഭർത്താവിന് 2 കൊടുത്തിട്ട് അത് തൻ്റെ ഇടത്തോടുകൂടി പറയാൻ നടക്കുന്ന സ്ത്രീത്വം ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? ഇല്ലയോ? ഉണ്ട്. ഗുരുദേവൻ അവിടെ ഇരുന്നുകൊണ്ട് 1 വർഷം കഴിഞ്ഞ് കയറ്റുമല്ലോ അല്ലേ, കയറ്റാം സ്വാമി എന്ന് പറഞ്ഞു. ഗുരുദേവൻ കണ്ണുകൾ അടച്ചു. നല്ല വെയിലാണെന്ന് ആലോചിച്ചോണം. കസേരയിലാണ് ഇരിക്കുന്നത്, ധ്യാനനിമഗ്നനായിരിക്കുന്ന ഗുരുദേവൻ കുറച്ച് കഴിഞ്ഞ് കണ്ണിൽ നിന്ന് ധാരയായിട്ട് ജലമൊഴുകി. നമുക്കെപ്പോഴും ഉള്ളതാണ്, എന്താ, ആരെങ്കിലും കരയിച്ചാലേ നമുക്ക് തൃപ്തിയുള്ളൂ, ഇല്ലേ? ആ കണ്ണുനീരിൽ അലിഞ്ഞത് മനുഷ്യൻ്റെ മനസ്സല്ല. നമ്മുടെ മനസ്സങ്ങനെ അലിയില്ല, ആരുടെയും കണ്ണുനീരിൽ അലിയില്ല. എന്താ കാര്യം? ഞാൻ തന്നെ ഇടയ്ക്കൊക്കെ കള്ളക്കണ്ണീര് പൊഴിക്കുന്നതുകൊണ്ട് നമുക്ക് അലിയില്ല. പക്ഷേ പ്രകൃതിയുടെ കണ്ണു നനഞ്ഞു. പ്രകൃതി ഇരുട്ടായി, കോരിച്ചൊരിയുന്ന മഴ പെയ്തു. അവിടെ ഇരുന്ന ഗുരുദേവൻ നനഞ്ഞു. പിന്നെ ആർക്കെങ്കിലും അവിടുന്ന് പോകാൻ പറ്റുമോ? ചുറ്റിനും നിന്നവരും നനഞ്ഞു. അങ്ങകലെ, തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തിയിരിക്കുന്ന സമൂഹവും നനഞ്ഞു. എല്ലാവരും നനഞ്ഞു. ഗംഭീര മഴയായിരുന്നു.
മഴയെല്ലാം കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമാണെന്ന്, കോഴിക്കോടല്ല, തലശ്ശേരി ജഗന്നാഥക്ഷേത്രം ഏറ്റവും വലിയ സംഭവമാണെന്ന് നിങ്ങൾ ഓർത്തോണം. നനഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മഴ തോർന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, വർഷം ഒന്ന് കഴിഞ്ഞില്ലേ കയറ്റിക്കൂടെ? വർഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഴ. സൂക്ഷിച്ച് വേണം വ്യവഹാരം. മഴയൊന്നും കഴിഞ്ഞില്ലേ. അന്ന് അവിടെ ചരിത്രം നടന്നു. എന്താ? അവരെ കയറ്റി ക്ഷേത്രത്തിൽ. അതിനൊരു ഗുരുവിൻ്റെ കണ്ണുനീർത്തുള്ളികൾ അവിടെ പതിക്കേണ്ടി വന്നു. എന്താ കാര്യം? മൂഢബുദ്ധികളായ നമ്മൾ, ഗീതയിൽ പറയുന്നുണ്ട് മൂഢബുദ്ധികൾ. അപരനു വേണ്ടി അകർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അതോ മുഖനായി കിടന്ന് ചെയ്യും അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം. നിങ്ങളെ അതുകൊണ്ടാണ് ഞാനിത് ഉത്ബോധിപ്പിച്ചത്. ഒരു വന്നോ? വരും. അവർ വന്നിട്ട് നിർത്തിയാൽ മതിയോ? എന്തോ? അതായത് ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പച്ചക്കൊടി കാണിക്കുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം ഞാൻ ഇരിങ്ങാലക്കുട സ്റ്റോപ്പായിരുന്നു, അത് കഴിഞ്ഞ് ഇനി തൃശ്ശൂർ സ്റ്റോപ്പിൽ നിർത്താം. ഞാനീ പറയുന്നത് എന്തിനാണെന്നറിയോ? എനിക്ക് ഉച്ചതിരിഞ്ഞുള്ള ക്ലാസ് എല്ലായിടത്തും അറിയാം. കാര്യം ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തയ്യാറാക്കി വന്ന വിഷയമൊക്കെ ഇവിടെ വെച്ചിരിക്കുക. എന്താ കാര്യം? അതെങ്ങാണം പറഞ്ഞിരുന്നെങ്കിൽ ഞാനും സ്വാമിയും മാത്രം കേട്ട് ആസ്വദിച്ചിരിക്കും. ബാക്കി എല്ലാവരോടും മനസ്സിലായി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയില്ല, പെട്ടെന്ന് കണ്ണൊക്കെ ഒന്ന് നിർത്തി മനസ്സിലായി എന്ന് പറയും. മനസ്സിലായി? ഗുരു അങ്ങനെ കരഞ്ഞതുകൊണ്ട്, മഴ പെയ്തതുകൊണ്ട് അവിടെ ആളുകൾക്ക് കയറാൻ പറ്റി. ഇങ്ങനെ നോക്കിയാൽ സമത്വമില്ലാതെ വിഘടിച്ച് നിന്ന് പരസ്പരം കലഹിപ്പിക്കാനായിട്ട് ഒരു സമൂഹം ഉണ്ടായിരുന്നെന്നും ആ സമൂഹത്തിൻ്റെ മാറ്റം വിദ്യാഭ്യാസവും അവനവൻ്റെ കർമ്മ പദ്ധതിയും കൊണ്ട് മാറ്റിയെടുത്തെന്നും നമ്മൾ ഒരുപാട് പുരോഗതി പ്രാപിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ ഇടയ്ക്ക് അങ്ങനെയുള്ള വേർതിരിവുകളില്ല എങ്കിലും പുറത്തുനിന്ന് ഇടയ്ക്കൊക്കെ ചില ആളുകൾ ചുറ്റിയ കൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ പറയും ഉണ്ടെന്നൊരു തോന്നൽ വരും. നമ്മൾ മറന്നു പോകുമ്പം ചിലർ വന്ന് ഓർമ്മിപ്പിക്കും, അവൻ ബ്രാഹ്മണനാണ്, അവൻ ഈഴവനാണ്, ഇവൻ നായരാണ്, നമ്പൂതിരിയാണ് എന്ന് പറഞ്ഞുള്ള വേർതിരിവുകൾ സൃഷ്ടിച്ച് ഹിന്ദുക്കൾ തമ്മിൽ കലഹിക്കുന്ന കാണാൻ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാകാം. അതിൽ മാനവഹൃദയങ്ങളുള്ള മനുഷ്യൻ, ചിന്താധാരയുള്ള മനുഷ്യൻ, ബുദ്ധിസാമർഥ്യമുള്ള മനുഷ്യൻ അവൻ്റെ കർമ്മപദ്ധതി കൊണ്ട് ആരെയും വെറുക്കാത്തവനായി അനുഷ്ഠാന പശ്ചാത്തലത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് വഴികാട്ടിയാവും. അപ്പോൾ പ്രസംഗിക്കുന്ന ഞാനല്ല മാറേണ്ടത്, പിന്നെ ആരാ? നിങ്ങൾ ഓരോരുത്തരുമാണ്. മനസ്സിലായോ? ഞാൻ ഹിമാലയത്തിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ക്ലാസ്സിനകത്ത് ഇങ്ങനെ ഉപനിഷത്ത് എല്ലാം പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താ? ജാതീയതയുണ്ട്, ബ്രാഹ്മണരുമായിട്ട് എല്ലാ സമുദായക്കാരും ഉണ്ട്. അപ്പോൾ അവിടെ എന്നെ അവർ പറഞ്ഞിരുന്ന വാക്കെന്തെന്നറിയാം, കർമ്മം കൊണ്ട് ബ്രാഹ്മണൻ എന്നാണ്. നമ്മളതാണ് ഏറ്റവും ശരിയായ വാക്ക്. നിങ്ങൾ കർമ്മം കൊണ്ട് ഉയരാത്തിടത്തോളം കാലം എന്തായിരിക്കും? നിങ്ങളുടെ മൂഢാത്മാക്കളാണ്. ഗീതയും ഭാഗവതവും ഉപനിഷത്തും എല്ലാം മന്ത്രിക്കുന്നത് എന്താ? കർമ്മം ചെയ്ത് അസംഖനായിരിക്കാനാണ്. നമ്മൾ കർമാസക്തനായി ജീവിക്കുന്നവരാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏത് പ്രവൃത്തിക്കും നമ്മൾ ഫലം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സദ്ഫലം നമുക്ക് ഉപകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഈശ്വരഭക്തിയാണ്. ഈശ്വരഭക്തിയുള്ള ഒരാൾക്കാണ് മനസ്സംയമനം എപ്പോഴും കിട്ടുന്നത്. സ്വാമിജി എന്നെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഒരേ നിൽപ്പിൽ ഇച്ചിരി ശബ്ദം കൂടാതെയും ഇച്ചിരി ശബ്ദം കുറയാതെയും സംസാരിക്കാൻ പറ്റുന്നു? അത്രയേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. സ്വാമിയായാലും ആസാമിയായാലും പ്രാർത്ഥിക്കണം. എന്താ കാര്യം? ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. കലിയുഗത്തിൽ മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ അഭയസ്ഥാനം വേദാന്തം മാത്രമല്ല, പിന്നെന്തും വേണം? ആത്മസംയമനത്തോടുള്ള സാധനയും ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ലോകത്തിൻ്റെ മുമ്പിൽ
നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് മനുഷ്യരുടെ ഇടയ്ക്ക് നല്ലൊരു ചലനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറയുന്ന ഒരു വാക്കും പഠിച്ചു വെച്ചത് മാത്രമല്ല, പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഇവിടെ മലപ്പുറത്തൊരു പ്രഭാഷണത്തിന് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിലാണ് വണ്ടി ഇട്ടത്. ഇപ്പോൾ സംസാരിച്ച് വന്നപ്പം അവിടെ എല്ലാം ക്യാൻസറാണ്. അപ്പം ഞാൻ പറഞ്ഞ്, ചില ആളുകൾ നിങ്ങളോട് മാംസം കഴിയാൻ പറയുമ്പം നിങ്ങൾ കഴിച്ച് ആ ഉത്സാഹത്തോടു കൂടി നിന്നില്ലേ? സ്വയം രോഗത്തിന് അടിമകളാകുന്നില്ലേ? എൻ്റെ സുഹൃത്തെ, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും കഴിക്കുന്ന ഭക്ഷണത്തിന് ദോഷമുണ്ടെന്ന് ചിന്തിക്കുക. അതിനാരെങ്കിലും പ്രേരിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ആവശ്യമില്ല. രോഗങ്ങളെ അതിജീവിക്കേണ്ടത് മനുഷ്യൻ്റെ ധർമ്മമാണ്. രോഗഗ്രസ്തനായാൽ നിങ്ങൾക്ക് തന്നെയാണ് ആ ജന്മം കൊണ്ട് പാഴാകുന്നത്. ജന്മം സഫലമാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ചില ഭക്ഷണാഹാരങ്ങളിലെ ക്രമീകരണം വേണം. പക്ഷേ അതൊക്കെ സാധിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ഉൾവിളി വേണോ വേണ്ടയോ? എനിക്ക് ഞാനാകാൻ എൻ്റെ ഉള്ളിലൊരു പ്രേരണ വേണം. ഒരു ഗുരുവിന് നമ്മളിൽ ഉപദേശിക്കാനേ പറ്റുള്ളൂ. ഉപദേശത്തെ സ്വീകരിക്കേണ്ടത് ശിഷ്യൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഇടയ്ക്ക് വരുന്ന പ്രശ്നം എന്താ? ശിഷ്യത്വമുണ്ട്, ഗ്രഹണധാരണ പടുവല്ല. ഗ്രഹിക്കാൻ ധാരണയോ സാമർഥ്യമോ ഇല്ല നമുക്ക്. കാര്യം ഏകാഗ്രത കിട്ടുന്നില്ല. എന്താ കാര്യം? ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കുക്കറും സകല സാധനങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഇവരെ എല്ലാം കൂടെ വെച്ചിട്ട് വേദാന്ത വിചാരം ചെയ്യാൻ പറ്റിയ സദസ്സാണോ ഇവിടം? എൻ്റെ ഭഗവാനെ സമ്മതിച്ചു തരണം നിങ്ങളെയൊക്കെ. കാര്യം എന്താ? ഇത്രയും അസുഖങ്ങളുണ്ടായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് തരുന്നില്ലേ? അതൊരു ഭാഗ്യമല്ലേ? രോഗാദികൾ ഒഴിവാക്കിയിടുക വേണം എന്ന് ഗുരുദേവൻ ആരോട് പറയുന്നുണ്ട്? ഭഗവാൻ ശിവനോട്. രോഗാദികളൊക്കെ ഒഴിവാക്കിയിടണം. എന്തിനാ? എനിക്ക് അങ്ങേ ഭജിക്കാൻ. അല്ലാണ്ട് മിഷ്ടാന്ന ഭോജനം അടിച്ച് സുഖം നോക്കുക. നാക്കിൻ്റെ രസത്തിനൊത്ത് നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നരകമാണ്. എരിവ്, പുളി ഇത്യാദികളെല്ലാം മനസ്സിനെ സംഘർഷഭരിതമാക്കും. സ്ട്രെസ്സിനടിമകളാണ് കൂടുതലും ആളുകൾ. എന്താ അതിൻ്റെ കാരണം? ഭക്ഷണമുണ്ട്, വ്യവഹാരമുണ്ട്. വ്യവഹാരം ആവശ്യമില്ലാത്ത വ്യവഹാരത്തിലേക്ക് പ്രേരിക്കുന്നത് എരിവും പുള്ളിയൊക്കെ ഉള്ളിൽ ചെല്ലുമ്പം ആ ഭക്ഷണത്തിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഭക്ഷണം ക്രമീകരിക്കണം, എരിവും പുളിയും കുറയ്ക്കുക, ഏറ്റവും നല്ലതാണ്. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? നല്ല വെള്ളം കുടിക്കാൻ ഇന്ന് സാഹചര്യം കുറവാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. ഇന്നലെ ഒരാൾ എൻ്റെ അടുക്കെ വന്നിട്ട് പറയുന്നു, അദ്ദേഹം ഒരു ചെറിയ വൈദ്യനാണ്, തുളസി ഇട്ട വെള്ളം കുടിക്കരുത് അധികം. ഞാൻ ചോദിച്ചാൽ എന്താ? ബ്ലഡിലെ കൗണ്ടിൻ്റെ അളവ് കുറയും. ഇത്രയും കാലം തുളസി നല്ലതാണെന്ന് നമ്മൾ കേട്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥിരമായിട്ട് ഒരു വെള്ളവും കുടിക്കാറില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഞാൻ ആശ്രമത്തിൽ ചെടി നനയ്ക്കുക. ഇപ്പോഴല്ല, പഴയ കാലത്ത് ലാൻഡ് ഫോണാണ് അന്ന് ആശ്രമത്തിലുള്ളത്. അപ്പോൾ ഒരാൾ ഫോൺ വിളിച്ച ഉടനെ അവിടുത്തെ ആളെ എടുത്തിട്ട് ചോദിച്ചു, സ്വാമിജി എവിടെയാ? വെള്ളമടിക്കുക. മനസ്സിലായോ? അപ്പോൾ ഞാനറിഞ്ഞില്ല. തിരിച്ചു വന്ന് ഫോൺ ഇന്നാരും വിളിച്ചിരുന്നു. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തോട് പറയണം ഇനി വെള്ളം നനയ്ക്കുക എന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാ വ്യവഹാരവും ഇങ്ങനെ അനുഭവത്തിലൂടെയാണ് പഠിക്കുന്നത്. ഇതിപ്പം നിങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എന്താ? അതിനുശേഷം ഞാൻ പിന്നെ വെള്ളമടിക്കുക എന്നുള്ള വാക്കേ ഉപയോഗിക്കാറില്ല. എന്താ കാര്യം? സൂക്ഷിക്കണം. മറുതലത്തിൽ നമുക്ക് അനുകൂലമല്ലാത്ത ഇന്നത്തെ മൊബൈൽ ഫോണായിരുന്നേ പെട്ടുപോയേനെ. റെക്കോർഡ് ചെയ്യില്ലേ? നാളെ ഫോട്ടോയും വരും. ബ്രഹ്മസ്വരൂപാൻ സ്വാമി വെള്ളമടിക്കുക എന്ന് PA പറഞ്ഞു. മനസ്സിലായോ? വ്യവഹാരങ്ങൾ എപ്പോഴും നല്ലതാക്കുക. നല്ല ശബ്ദങ്ങൾ, നല്ല പ്രവൃത്തികൾ, ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഈശ്വര പ്രാർത്ഥന കൊണ്ട് മനസ്സ് നന്നാകുമ്പോൾ മാത്രമാണ് നല്ല വ്യവഹാരം നിങ്ങളിൽ ഉണ്ടാക്കുക. എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട്, ഒരു ക്ഷീണവും ഇല്ലാണ്ട് പകൽ ഉറങ്ങരുത് എന്ന് വിചാരിക്കും. ഒട്ടും ഉറങ്ങില്ല, പിടിച്ചൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ശരീരത്തിന് ചില അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകാം. പക്ഷേ അല്ലാത്ത സമയത്ത്
ഒരു ദിനചര്യ എപ്പോഴും ഫോളോ ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തിന് നല്ലതാണ്. രോഗമില്ലാതിരിക്കാൻ, നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ, നമുക്കൊരു കുടുംബമായി ജീവിക്കുവാൻ നമുക്ക് കഴിയണോ വേണ്ടയോ? വേണം. അതിനാദ്യം ചെയ്യേണ്ടത്, എല്ലാവരും ചെയ്യേണ്ട ഒരു കർത്തവ്യ കർമ്മം, ദിനചര്യാക്രമം മാറ്റരുത്. രാവിലെ 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റിരിക്കണം എല്ലാവരും. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ആലോചിക്കുന്നത്, എന്നെക്കൊണ്ട് എൻ്റെ വാർദ്ധക്യം ആയിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ ഒരാൾക്ക് ഉപദ്രവം വരരുത്. മനസ്സിലായോ? ഇപ്പോൾ സ്വാമി എന്നെ കാണാൻ തുടങ്ങിയിട്ട് 22 വർഷമായി ഇല്ലേ? അന്നും ഞാനിങ്ങനെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇന്നും ഞാൻ ഇത്രയേ ഉള്ളൂ. കുറച്ച് മുടി നരച്ചു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എന്താ, നമുക്ക് വേണേൽ നല്ല നല്ല ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഇവിടെ വടയൊക്കെ ഇല്ലേ സ്വാമിന്ന്? ഉണ്ട്. എന്താ കാര്യം? എല്ലായിടും എണ്ണപ്പലഹാരങ്ങളാണ്. കൊളസ്ട്രോൾ കൂട്ടാൻ, കൊഴുപ്പ് കൂട്ടാൻ ശരീരത്തിൽ. ഇത് നിർത്തലാക്കി അടയോ വല്ലോ ഒക്കെ കൊടുക്കുക. ഏറ്റവും നല്ലത് അതാണ്. കാര്യം എന്താണെന്നറിയാം? ഇനി ഞാൻ എവിടെ പോയാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നാലും ഞാൻ കഴിക്കില്ല. സ്വാമിജിയുടെ ആശ്രമത്തിൽ അവിടെയും പോവും. തന്നാൽ ഞാൻ പറയും നമസ്കാരം, അതിനെ നോക്കി തൊഴും. എന്താ കാര്യം? നിന്നെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന്. മനസ്സിലായ? എണ്ണപ്പലഹാരങ്ങളെ നിങ്ങൾ നിർത്തുക ഒരു പരിധി വരെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലുണ്ടാക്കി കഴിക്കുക. അതൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അടുത്ത കാലത്ത് പറഞ്ഞു ചോറ് അധികം കഴിക്കരുത്, ഗോതമ്പ് കഴിച്ചോളാം. അതിലും കുഴപ്പക്കാരനാണ് ഗോതമ്പ്. മനസ്സിലായേ? പിന്നെ അത് കഴിഞ്ഞ് എന്താണ്, റാഗിപ്പൊടി കഴിച്ചോളാം. റാഗി എന്താ മോശമാണോ? ഇവരിലെല്ലാം 72% ഷുഗറുണ്ട്. ഇപ്പം കഴിക്കുന്നതിൽ നെല്ല് കുത്തരിയാണെങ്കിൽ ഷുഗർ വരില്ല. കുത്തരി കഴിച്ചാൽ ഒരുവിധ രോഗങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അത് അമിതമാക്കരുത്. പച്ചക്കറികൾ ധാരാളം കൃഷി ചെയ്യാനൊന്നും മെനക്കെട്ട് നോക്കി. ഞാനിപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വരിക, വന്ന് എൻ്റെ വീട്ടിൽ ആശ്രമത്തിൽ വന്നപ്പോൾ വഴുതനയൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരിക, അത് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. ചീരയുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുമ്പം ഒരു നല്ല വീടിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്താണെന്നറിയാമോ? ആ വീട്ടിലുള്ള ഒരു ഐശ്വര്യമാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്താ? കോൺക്രീറ്റ് കട്ട വിരിച്ചിരിക്കുന്നതാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഉമ്മർത്ത് വലിയ പെയിൻറ്റ്, അകത്ത് ഏറ്റവും വില കൂടിയ സോഫാ സെറ്റുകൾ, അതിൻ്റെ അകത്ത് ഒരു 10 അടി ഹൈറ്റുള്ള TV. മനസ്സിലായ? ഇതൊക്കെ വെച്ച് വലിയ തേക്ക് മിനിക്ക്. തറ തുടച്ചില്ലെങ്കിലും ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കും. തുടയ്ക്കാൻ പറ്റില്ല, കാര്യം ഡെയിലി ജോലി ചെയ്യാൻ വയ്യ. കൈമുട്ട്, കാലുമുട്ട്, സകലടവും വേദനയാണ്. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഉമ്മറത്തൊരു 3-4 തുളസി വെച്ച് പിടിപ്പിക്കുക, ആവശ്യത്തിന് പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കുക. ഇതെല്ലാം കാണുമ്പോൾ തന്നെ വരുന്ന ആളുകളുടെ ദൃഷ്ടി വീടിനെ പതിയാണ്ടിരിക്കും. അല്ലാണ്ടില്ലേ മൺകലത്തിൻ്റെ പുറത്ത് തലയോട്ടിയിലെ ഒരു ഇത് വരച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്നറിയോ? വീട്ടിൽ സമത്വം ഉണ്ടാക്കുക. എവിടെയാ? നമ്മുടെ വീട്ടിൽ. കുടുംബത്തിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയുക. കഴിഞ്ഞ ദിവസം ഞാൻ കൊടുങ്ങല്ലൂർ കണ്ട ഒരു കാഴ്ചയും കൂടെ പറഞ്ഞു നിർത്താം. വയസ്സായ ഒരച്ഛനും അമ്മയും കൂടെ നടന്നു പോകുന്നു. ഞാൻ അവരുടെ തൊട്ടുപുറകെ ഉണ്ട്. നല്ല പ്രായം, നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചിട്ട്, എങ്ങോട്ടാണ് 2 പേരും കൂടെ? ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. എങ്ങോട്ട് പോവുക? ഇന്നടുത്തേക്ക് പോവുക. ഞാൻ പറഞ്ഞു, ഞാൻ ആ വഴിക്കാം, ഞാൻ വിട്ടുതരാം. സന്തോഷത്തോടെ എൻ്റെ കൂടെ കയറി വണ്ടിയിലിരുന്ന് കുശാലായിട്ട് സംഭാഷണവും നടത്തി അവരുടെ വീടിൻ്റെ ഉമ്മർത്ത് കൊണ്ട് വിട്ടുകൊടുത്തു. എന്താ കാര്യമെന്നറിയാം? ഞാൻ അവരെ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം, വാർദ്ധക്യത്തിലും പരസ്പര സ്നേഹത്തോടെ ഭാര്യയോട് സംസാരിച്ചു പോകുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ആദരിക്കാൻ തോന്നി. എന്താ കാര്യം? ഇന്നതില്ല. സമത്വം ഇല്ലാത്തത് വീട്ടുകളിലാണ്. പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിയാത്തവർ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് എന്ത് കാര്യം? ഈശ്വരൻ എന്നെവിടെയായിരിക്കുന്നത്? ഹൃദയത്തിലാണ്. ആ ഹൃദയം എന്താണ്? ആകെ മൂടപ്പെട്ടിരിക്കുക, പല വിഷയ വ്യവഹാരം കൊണ്ട് മൂടപ്പെട്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യവഹാര പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുക. അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുക.
സമത്വമാർന്ന ഒരു സാമൂഹിക പശ്ചാത്തലം കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാൽ ഈ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ലക്ഷ്യം അതൊരു നെടുംതൂണായി മാറും. എന്ത്? സാമൂഹ്യ വ്യവസ്ഥിതിയിലെ സമത്വം. അത് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും 3:30 വരെ ആയിരുന്നെങ്കിലും ഇത്രയും സമയം ഞാൻ നിങ്ങളോട് സംസാരിച്ചു. വളരെ ഭാഗ്യമുണ്ട്, നിങ്ങളാരും ഉറങ്ങിയില്ല. അതെൻ്റെയും ഞങ്ങളുടെയും ഒരു ഭാഗ്യം. കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിൽ നന്മയും സാഹോദര്യവും അതുപോലെ തന്നെ രോഗമില്ലാത്ത അവസ്ഥയും പരസ്പര വിശ്വാസപൂർവ്വമുള്ളൊരു ജീവിതവും ഭഗവാന്റെ കൃപ കൊണ്ട്